ഞാനൊന്നും പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടല്ല, എനിക്കൊന്നും പഠിപ്പിക്കാനും അറിയില്ല, പഠിപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങളൊരു പക്ഷേ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സാധിക്കും. ആർക്കും ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ? നമ്മളാണ് പഠിക്കേണ്ടത്, അല്ലേ? പോൾ ഓഫ് ഫ്രെയർ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്, പോൾ ഓഫ് ഫ്രെയർ. അദ്ദേഹത്തിന്റെ ഒരു തിയറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി പറയുന്നത് എന്നാണെന്നറിയോ? ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്, ഒരു വിദ്യാർത്ഥി അധ്യാപകനും കൂടിയാണ്. സ്റ്റുഡന്റ് ടീച്ചർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് ടീച്ചർ അല്ലേ? നമ്മുടെ മക്കളിൽ നിന്ന്, പിള്ളേരിൽ നിന്ന് നമുക്ക് പഠിക്കാനില്ലേ? നമ്മൾ പഠിക്കുന്നില്ലേ? ഉണ്ട്, ചില കൂടുതൽ പഠിക്കുന്നുണ്ട് ഇപ്പൊ, അല്ലേ? അപ്പൊ കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാറുണ്ട്, നമ്മളിൽ നിന്ന് കുട്ടികളും പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ്, ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ് നടക്കുന്നത്, ഇല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ. നിങ്ങൾ കുറഞ്ഞ ആൾക്കാരല്ല, ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. കാരണം എന്നാ, നിങ്ങളൊരു നല്ല പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതൊരു വെറും പ്രൊഫഷനല്ല, അല്ലേ? നിങ്ങൾ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ പോകുന്ന നമ്മുടെ ആശയം, നമ്മുടെ രൂപം, നമ്മുടെ പ്രകൃതം, നമ്മുടെ ആശയം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാട് എല്ലാം കൂടെ ചേർന്ന ഒരു സാധനമാണ്, കാണാനില്ല, അതല്ലേ? അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ നിർബന്ധിച്ച് നമ്മുടെ തലയിലൂടെ പറഞ്ഞു കഴിയുമ്പോൾ അതാണ് പേഴ്സണാലിറ്റി കയറിയുള്ള ആക്രമണം. നമുക്കിഷ്ടമല്ലാത്ത മറ്റൊരാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുക, ഇല്ലേ? പേഴ്സണാലിറ്റിയിലുള്ള കടന്നുകയറ്റം. ഇപ്പൊ ഈ പേഴ്സണാലിറ്റി പല ടൈപ്പ് ഉണ്ട്, ഇല്ലേ? പല ടൈപ്പ് ഉണ്ട്. അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളതുകൊണ്ട്, നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട്, ഇതെല്ലാം ഒരു കോമ്പിനേഷനാണ്. നല്ലതായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടോ ലോകത്ത്? ഇല്ല. ചീത്തയായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാൾക്ക് ചീത്ത എന്ന് പറയുന്നത് വേറൊരാൾക്ക് നല്ലതായിരിക്കും. അങ്ങനെ ഒരു ഡെഫിനേഷൻ ഇല്ല. ഏതാണ് നല്ലത്? ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് കൃത്യമായിട്ട്? ഇല്ല. അപ്പൊ അതെല്ലാം ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽ എന്ന് പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാട് വേറെ വരുന്നുണ്ട്, അതിനകത്ത് ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെ ഓരോന്നിനോട് പ്രതികരിക്കുന്നു, അല്ലെ? എങ്ങനെ അതിനെ കാണുന്നു, നമ്മുടെ ഇഷ്ടം എന്താണ്, ഇല്ലെ? നമ്മുടെ രീതി എന്താണ്, അങ്ങനെ എല്ലാം ചേർന്ന് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ അപ്പിയറൻസ് ഉൾപ്പെടെയുള്ള ആ ഒരു കാര്യം, മുഴുവൻ കാര്യവും, അല്ലെ? അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉത്ഭവിച്ച നിമിഷം മുതൽ നിങ്ങൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും മുഴുവൻ എല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതാണ് 98% നിങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകം. പരമാവധി വന്നാൽ ഒരു 4-5% 2 മുതൽ 5% വരെയാണ് ബോധ മനസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ബോധ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്നതാകട്ടെ ഉപബോധ മനസ്സിന്റെ പ്രേരണ കൊണ്ടാണ്. മനസ്സിലായോ? ഉപബോധ മനസ്സിന്റെ പ്രേരണ കൊണ്ടാണ് ബോധ മനസ്സിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഉപബോധ മനസ്സ് ചെയ്യുമ്പോൾ ഉപബോധ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഉപബോധ മനസ്സ് ചിലതെന്നാ ബാക്കിയുള്ളവർ പറയുന്നത് പോലെ, ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ താല്പര്യമുള്ളതാണ്. മനസ്സിലായോ? ചില ബോധ മനസ്സോ ചില ഉപബോധ മനസ്സോ അവനവന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ തയ്യാറാണ്. ചില ഉപബോധ മനസ്സിന്റെ പ്രത്യേകത എന്നാ, അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ വേറൊരു മേഖലയുടെ പ്രത്യേകത എന്നാ, അത് വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കും, വിപരീത രീതിയിൽ ചിന്തിക്കും. റിവേഴ്സ് തിങ്കിങ് എന്ന് പറയും. റിവേഴ്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പറയുന്നതിനെ എതിർക്കുക, അനുസരിക്കാതിരിക്കുക, പുതിയ നിയമം ഉണ്ടാക്കുക, അവരുടേതായ നിയമം ഉണ്ടാക്കുക. മനസ്സിലായോ? വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുക, പിടിവിട്ട രീതിയിൽ ചിന്തിക്കുക, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് വേണം പറയാം. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്നാ? ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിന്റെ ഉദാഹരണം എന്നാ? എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ തലേ മുണ്ടിട്ടുണ്ട് പോകണം, പെണ്ണുങ്ങളാണ് എന്നൊരു നിയമം. അപ്പൊ ഒരാൾ മാത്രം മുണ്ടിടാതെ പോകുന്നു, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്.
ഇല്ലേ? യൂണിഫോമിൽ പോകാൻ തയ്യാറാകുന്നില്ല, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്, പിടിവിട്ട് ഇല്ലേ, വ്യത്യസ്ത രീതിയിലാണ്. എല്ലാവരും ലൈനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ മാത്രം ലൈൻ വിട്ട് മാറിപ്പോവുക, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പല ടൈപ്പ് പ്രകൃതം അല്ലെങ്കിൽ പല രീതികൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഉണ്ട്. ഈ ഉപബോധ മനസ്സിന്റെ അതും പല രീതിയിലാണ് അതിന്റെ ചേരുവകൾ വരുന്നത്. പല രീതിയിൽ അതിന്റെ ചേരുവകൾ നമ്മളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ പഠനം തുടങ്ങി കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റ്? കുറച്ച് കാര്യം മനസ്സിലാക്കാൻ വരുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ആ ഉണ്ടെങ്കിൽ മിനിമം അതാണ്. അപ്പൊ IQ എന്ന് പറയുന്നത് എന്തോട് ചേർന്നാണ്? ഓർമ്മശക്തിയും ഈ ലോജിക്കും റീസണിങ്ങും കൂടെ ചേർന്ന് പ്രായത്തിനനുസരിച്ച് വേണം. ആ കുഞ്ഞിന്റെ IQ ആണോ ഈ കുഞ്ഞിന്റെ IQ? ഈ കുഞ്ഞിന്റെ IQ ആണോ ഇതിനേക്കാൾ വലിയൊരു കുഞ്ഞിന്റെ IQ? അപ്പൊ പ്രായത്തിനനുസരിച്ച് അത് എത്ര കണ്ടുണ്ട്. നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഈ കോമൺ സെൻസും ഈ റീസണിങ്ങും ഈ കാര്യകാല വിവരശേഷിയും ഈ ഓർമ്മശക്തിയെ കൂടെയുള്ള ഈ IQ കുറവാണെങ്കിൽ പ്രശ്നമല്ലേ? എന്താ പ്രശ്നം ഉണ്ടാകുന്നേ? നല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ? നമ്മൾ സ്വീകാര്യമായിട്ട് തോന്നുമോ? വേറെ സ്ഥലത്ത് കുടുംബത്ത് നമ്മൾ ഇടപെടുന്ന സൊസൈറ്റിയിൽ നമുക്ക് സ്വീകാര്യത കിട്ടുമോ? കിട്ടൂല. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളെല്ലാം വെളിവ് കെട്ടത് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതാണ് മറ്റൊന്നെന്നാ ലേണിംഗ്. എന്താണ് ലേണിംഗ്? പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്നതൊക്കെയാണ് പറഞ്ഞ പഞ്ചേന്ദ്രിയം? ഏതാ? കാണുകയായിട്ട് അതൊരു സാമ്യമില്ല. എന്നാൽ ഞാൻ പറഞ്ഞ സോണിയായിട്ട് ചെറിയ സാമ്യമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ചിരിയുടെ ഒരു ശകലം ഇത്, കണ്ണിന്റെ ശകലം ഇത്, ഈ കൈ ഇങ്ങനെ പൊത്തുന്ന ശകലം ഇത്. മൊത്തം പ്രശ്നമായി. മനസ്സിലായില്ലേ? പക്ഷേ ടോട്ടലി യാതൊരു എല്ലാവരും യൂണീക്കാണ്. ലോകത്തെ മുഴുവൻ ആൾക്കാരും യൂണീക്കാണ്. യൂണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണീക്ക് അനന്യത എന്ന് പറയുന്നത് ഇല്ലേ? ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. റെയർ പീസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അതുപോലെ വേറെ ആളില്ല അല്ലേ? ഇതുപോലെ വേറെ ആളില്ല, ഉറപ്പാണ്. ഇല്ലേ? എല്ലാരും അങ്ങനെയാണ്, എല്ലാരും അങ്ങനെയാണ്. ഇല്ലേ? അപ്പൊ ആ യുണീക്ക്നെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളിൽ തന്നെ ഒരു വിജയ ഫോർമുലയുണ്ട്. എന്താണ് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ലക്ഷ്യം? പറയാവോ? ചുമ്മാ എന്താ എല്ലാ നമ്മുടെ ലക്ഷ്യം എന്നല്ല, മൊത്തത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നല്ല ആൻസറാണ്. എന്താണ് സക്സസിന്റെ അടയാളം? ചുമ്മാ പറഞ്ഞ തെറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല. ലൈഫിൽ സക്സസ് ആവുമ്പോഴത്തെ അടയാളം എന്താണ് ഫോട്ടോഗ്രാഫറെ? സക്സസ് നമ്മളെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞാൽ നമുക്കൊരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എത്ര നല്ല കാണിച്ചാലും ആൾക്കാർ പറയും നിങ്ങൾ പിന്നെ പിന്നെ അവിടെ നോക്കണ്ടില്ല, അവിടെ കമ്പല് കണ്ടില്ലേ, ഡ്രസ് കണ്ടില്ല. നല്ലത് പറയാനാ ഇരിക്കുന്ന ആൾക്കാര് 99% ആൾക്കാരും പറയുന്നത് നെഗറ്റീവാണ്. ആണോ? നിങ്ങൾ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യം നല്ലതാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? പക്ഷേ എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ പറയും കുഞ്ഞാമി നീ അത് കാണിച്ചു, ഇത് കാണിച്ചു, മറ്റത് കാണിച്ചു, മറിച്ചത് കാണിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഞാൻ നാളെ പാട്ടില്ല പറഞ്ഞാൽ കോഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അതിനുശേഷം അത് വളരെ ഫലപ്രദമായിട്ട് ഒരു ഇടം കണ്ടെത്തി, ഒരു ജോലി കണ്ടെത്തി, നിങ്ങളുടെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ അതിൽ തന്നെ ആശംസിക്കുന്നു.